ഇവൾ ആദ്യം നാനയെ പറ്റിച്ചു. അവൻ ഒളിച്ച് ശ്യാം റാവുവിനെ കൊണ്ടുവന്നു. എന്നിട്ട് ഇവരെ പറ്റിച്ചു. വരൂ, നമുക്ക് പോയി വരനെ കാണാമെന്ന്. പക്ഷേ ഇത് മാത്രമല്ല മോറോപന്ത്, ഇവൾ ഇന്ദുവിനെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ഈ വിവാഹത്തിന് സമ്മതിക്കരുതെന്ന്. അത് ഞാൻ ഇപ്പോഴും പറയാ. ഇത്രയും വയസ്സായ ആളെ എങ്ങനെ വിവാഹം കഴിക്കും? മനു, നീ മുതിർന്നവരോട് തർക്കിക്കുകയാണോ? മനു, ഇതാണ് നമ്മുടെ പാരമ്പര്യം. പണ്ട് കാലം മുതൽക്ക് ഇതാണ് നടന്നു വരുന്നത്. ഇതായിരിക്കും പാരമ്പര്യം, പക്ഷെ എനിക്ക് ഈ പാരമ്പര്യം അംഗീകരിക്കാൻ കഴിയില്ല. നോക്കൂ മോറോപന്ത്, ഇതാണ് ഇവളുടെ സ്വഭാവം. നമ്മുടെ പൂർവികന്മാരുണ്ടാക്കിയ നിയമത്തിനെ പോലെ എതിർക്കുകയാണ്. നിങ്ങൾ ഇവളെ എങ്ങനെയെങ്കിലും നന്നാക്കിയില്ലെങ്കിൽ ഈ പെൺകുട്ടി കാരണം നമ്മുടെ പ്രാചിയുടെ ഇന്ദുവിന്റെ സ്വഭാവം കൂടി ചീത്തയാവും. പക്ഷെ മുത്തശ്ശൻ, ഞാൻ പറയും. കുറച്ച് കൂടുന്നുണ്ട്. മടുത്തിരിക്കുക നിന്റെ ഈ പ്രവൃത്തികളുകൊണ്ട്. മിണ്ടരുത്, ഒരക്ഷരം മിണ്ടരുത്. എനിക്ക് തോന്നുന്നില്ല ഈ കുട്ടി നന്നാവുമെന്ന്. നല്ലൊരു ബന്ധത്തിനെ നശിപ്പിച്ച് ഇവൾ അടങ്ങിയുള്ളൂ. ഭഗവാനെ, അങ്ങനെ ഒരിക്കലും നടക്കരുത്. അയാളെ കണ്ടതിന് ശേഷം മനുവിന്റെ ദേഷ്യം കാണുമ്പോ അവൾ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. ശരിയാണെന്നോ? ഈ മനുവിന്റെ എതിർപ്പ് കാരണം നമ്മുടെ പാരമ്പര്യ ആചാരങ്ങൾ ഉപേക്ഷിക്കാനോ? അതെങ്ങനെ നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കും? അതുതന്നെയാണല്ലോ നമ്മുടെ ദൗർബല്യവും. വാഹിനി സാഹിബ്, ഞാനെന്ത് ചെയ്യാനാ? ചിലപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം എന്റെ കൈവശം കാണില്ല. ഞാൻ ഒരുപാട് പറഞ്ഞു മനസ്സിലാക്കി. താങ്കളോട് ഞാൻ അപേക്ഷിക്കുകയാണ്, താങ്കൾ അവളെ പറഞ്ഞു മനസ്സിലാക്കൂ. ഞാൻ എന്തു പറഞ്ഞു മനസ്സിലാക്കും മോറോപന്ത്? നിങ്ങൾ പറഞ്ഞിട്ട് പോലും അവൾക്ക് മനസ്സിലാകുന്നേയില്ല. വാഹിനി സാഹിബ്, അവൾ അമ്മയില്ലാത്തൊരു കുഞ്ഞല്ലേ. താങ്കൾ തന്നെ പറയൂ, ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും? കൗസല്യ മരിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്കെൻ്റെ 2 മക്കളുടെയും ചിന്തയാണ് കൂടുതൽ. എനിക്കെൻ്റെ 2 മക്കൾക്കും വേണ്ടി നല്ലൊരു അമ്മയെ വേണം. നിങ്ങൾ ഇവളെ എങ്ങനെയെങ്കിലും നന്നാക്കിയില്ലെങ്കിൽ ഈ പെൺകുട്ടി കാരണം നമ്മുടെ പ്രാചിയുടെ ഇന്ദുവിന്റെ സ്വഭാവം കൂടി ചീത്തയാവും. നിങ്ങളിവിടെ എന്ത് ചെയ്യാ? ഇങ്ങോട്ട് വരൂ. മനു, നീയും വാ മോളെ. വരൂ മോളെ, ഇരിക്കുന്നു. മോളെ മനു, നീ അറിയാൻ ആഗ്രഹിക്കുന്നില്ലേ നമ്മുടെ ഈ അഭിമാനം നിറഞ്ഞ പാരമ്പര്യം, ആചാര അനുഷ്ഠാനങ്ങൾ, ഇതിന്റെയൊക്കെ ആവശ്യം എന്താണെന്ന്? നോക്കൂ മനു, നമ്മുടെ ബന്ധങ്ങൾ പലതരത്തിലുണ്ടെന്ന് മനസ്സിലാക്കുക. മാതാപിതാക്കൾ, സഹോദരൻ സഹോദരി, അമ്മാവൻ വല്യച്ഛൻ, ഈ ബന്ധങ്ങളുടെ അടിസ്ഥാനം വിവാഹമാണ്.
വിവാഹം എന്ന പവിത്ര ബന്ധത്തിലൂടെ കേവലം 2 കുടുംബങ്ങൾ മാത്രമല്ല ചേരുന്നത്. അതിനോടൊപ്പം 2 വ്യത്യസ്ത വംശങ്ങൾ, സംസ്കാരം, അവരുടെ ചിന്തകളും കൂടിയാണ് ചേരുന്നത്. അതായത് മുത്തശ്ശൻ, ഞാൻ വിവാഹത്തെ എതിർക്കുന്നതല്ല. പക്ഷെ നമ്മുടെ ഇന്ദു ചേച്ചി എത്ര ചെറുതാണ്. പക്ഷേ ഭാവി വരന്റെ വയസ്സാണെങ്കിൽ മോളെ, വിവാഹത്തിന് വരന്റെ വയസ്സല്ല പ്രധാനം. കുടുംബ മഹിമയ്ക്കും സൽസ്വഭാവത്തിനുമാണ് മഹത്വം. ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വരന്റെ വയസ്സിന് ഒരു പ്രാധാന്യവുമില്ല. അറിയാമോ മക്കളെ, ശാസ്ത്രത്തിൽ ഇങ്ങനെ വരെ എഴുതിയിട്ടുണ്ട്. ഒരു പക്ഷേ കന്യകയുടെ വിവാഹം 13 വയസ്സ് വരെ നടന്നില്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് ജന്മജന്മാന്തരം നരകയാതന അനുഭവിക്കേണ്ടി വരുമെന്ന്. മാതാപിതാക്കൾക്ക് നരകം അനുഭവിക്കേണ്ടി വരുമോ? അതെ മോളെ. മനു, നീ ആഗ്രഹിക്കുമോ നിന്റെ അച്ഛനും മുത്തച്ഛനും ഇതുപോലെ ഇങ്ങനെ ജന്മജന്മാന്തരങ്ങളോളം നരകയാതന അനുഭവിക്കേണ്ടി വരുവാൻ? ഒരു പക്ഷേ കന്യകയുടെ വിവാഹം 13 വയസ്സ് വരെ നടന്നില്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് ജന്മജന്മാന്തരം നരകയാതന അനുഭവിക്കേണ്ടി വരുമെന്ന്. അച്ഛാ, എനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ അച്ഛനെ ഒരിക്കലും നരകത്തിലാക്കില്ല. ഒരിക്കലും. വേണ്ടമ്മേ, ഞാൻ കഴിച്ചോളാം. ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല. ആ, അതെനിക്കറിയാം. നീ ഇപ്പൊ വളർന്നു വലിയ കുട്ടിയായി എന്ന്. പക്ഷെ മോളെ, നീ ഇനി എത്ര വലുതായാലും എനിക്ക് നീ കുഞ്ഞാണ്. കഴിക്ക. വേണ്ടമ്മേ, എനിക്കിപ്പോ വേണ്ട. മോളെ, ഇന്ന് ഞാൻ എന്റെ കൈകൊണ്ട് തരുന്നത് കഴിക്ക. നാളെ നീ ഒരിടത്തും ഞാൻ മറ്റൊരിടത്തും ആയിരിക്കും. ഇത് കഴിക്ക. അയ്യോ, കരയല്ലേ മോളെ,
കരയരുത്, ഒരിക്കലും കരയരുത്. കരയല്ലേ മോളെ. ഞാൻ പറയുന്നത് കേൾക്കൂ. മാതാപിതാക്കളുടെ വീട് എല്ലാ പെൺകുട്ടികൾക്കും ഒരു ദിവസം ഉപേക്ഷിച്ചു പോകേണ്ടി വരും. മോളെ, ഞാൻ ആഗ്രഹിക്കുന്നത് നീ ഈ വീട്ടിൽ നിന്നും പോകുമ്പോൾ തീർത്തും സന്തോഷത്തോടെ പോകണമെന്നാണ്. അമ്മേ, ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് വിഷമാവില്ലേ? അതേതമ്മയ്ക്കാണ് വിഷമം ഉണ്ടാകാത്തത്? നിനക്കറിയാമോ മോളെ, നീ നിന്റെ ഭർത്തൃഗൃഹത്തിൽ പോകും. എന്നാൽ എന്റെ മനസ്സിൽ കേവലം നിന്റെ ഓർമ്മകൾ മാത്രമായിരിക്കും എപ്പോഴും. നമുക്ക് ഇന്ദു ചേച്ചിയുടെ വീട്ടിൽ പോവാലോ അല്ലേ? അതെ മോളെ, തീർച്ചയായും നമുക്ക് പോകാം. നമുക്ക് പോകാനും സാധിക്കും, ഇന്ദുവിന് ഇങ്ങോട്ട് വരാനും സാധിക്കും. മോളെ, വിവാഹശേഷം ആരും നമ്മളെ മറന്നു പോകുന്നില്ല, മനസ്സിലായോ? അല്ല, നീ ആഹാരം കഴിച്ചില്ലല്ലോ. ആ, ഇന്ന് ഞാൻ എന്റെ കൈകൾ കൊണ്ട് നിനക്കും ആഹാരം തരാം. മനുവിനെ പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. താങ്കൾക്കറിയാമോ, അവൾ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടാ പറഞ്ഞത്, അച്ഛാ, ഞാൻ അച്ഛനെ നരകത്തിൽ പോകാൻ അനുവദിക്കില്ലെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, മനുവിൽ ഇത്രയും വലിയ മാറ്റം വന്നത് താങ്കളുടെ ഉപദേശത്തിലൂടെയാണെന്ന്. അതെ മോറോപന്ത്, കുറച്ച് ആശ്ചര്യമൊക്കെ എനിക്കും ഉണ്ടായി. അതൊക്കെ പോട്ടെ, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് രണ്ടുപേരും എന്നെ അനുസരിച്ചു. ആഹ്, ഇന്ദുമോളെ വരൂ, അടുത്തു വരൂ. നോക്കൂ മോറോപന്ത്, നമ്മുടെ ഇന്ദു അവളുടെ ഭർത്തൃഗൃഹത്തിലും രാജ്ഞിയായിരിക്കും, രാജ്ഞി. ആഹാ, കാൺപൂരിലെ ഏറ്റവും പ്രസിദ്ധമായ കുടുംബമാണ് ശ്യാംറാവുവിന്റെ. ഭൂമിയും സ്വത്തും ജോലിക്കാരും. പക്ഷേ എനിക്കവിടെ ആരെയും അറിയില്ലല്ലോ. ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം മനസ്സിലാവും. ഒരു ദിവസം കൊണ്ടോ? അതെ, തീർച്ചയായും എന്നെ പോലെ. ഞാൻ ഈ വീട്ടിലേക്ക് വന്നപ്പോ എനിക്കിവിടെ ആരെയും അറിയില്ലായിരുന്നു. പക്ഷേ എനിക്കിവിടെ താമസിച്ചല്ലേ തീരൂ. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ രീതികളുമായി പൊരുത്തപ്പെട്ടു. എന്നിട്ട് നാളിതുവരെയും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ ചെയ്തു. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം അമ്മയുടെ ഓർമ്മ വന്നിട്ടേയില്ല? മാതാപിതാക്കളുടെ ഓർമ്മ ഏത് മക്കൾക്കാണ് ഉണ്ടാവാത്തത്? പക്ഷെ എന്റെ ഭാഗ്യം നല്ലതായിരുന്നു. വാഹിനി സാഹിബ് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കെന്റെ അമ്മയുടെ കുറവ് ഒരിക്കലും ഉണ്ടായിട്ടേയില്ല. സാഹുബായി, നിന്നെ കുറിച്ച് ഓർത്ത് ഞാൻ എപ്പോഴും അഭിമാനിച്ചിട്ടേ ഉള്ളൂ. നമ്മുടെ ബാജിറാവുവിന് വേണ്ടി നിന്നെ ഇഷ്ടപ്പെട്ടതേ എല്ലാവർക്കും അറിയാം. നമ്മൾക്കൊരു തെറ്റും പറ്റിയിട്ടില്ല എന്ന്. അതെ, അതിന്റെ പ്രത്യക്ഷത്തിലെ സാക്ഷി ഈ സേവകനാണ്. വാഹിനി സാഹിബ്, ഈ കുടുംബത്തിൽ ഇങ്ങനെ സന്തോഷം നിലനിൽക്കുന്നത് അവിടുത്തെ സംരക്ഷണം ഒന്നുകൊണ്ട് മാത്രമാണ്. മതി മതി മോറോപന്ത്, എന്നെ ഭൂമിയിൽ തന്നെ നിൽക്കാൻ അനുവദിക്കൂ. നിങ്ങൾ ഇനി മനുവിനെ കുറിച്ച് ചിന്തിക്കൂ. ഞാൻ വീണ്ടും പറയുക, അവക്ക് നല്ലൊരു ബന്ധം അന്വേഷിച്ച് ഉടൻ തന്നെ. Come on, go!
What? ക്ഷമിക്കണം സാർ, നീ കൂടെ മാറിക്കേ. അച്ഛാ, ഓ, ക്ഷമിക്കണം സാർ. ആരാണ് ഈ കുട്ടി? എന്റെ മകളാണ് സാർ. നിങ്ങൾ ആരാണ്? ശ്രീമത് സർക്കാരിന്റെ സേവകനാണ്. വരൂ, വന്നാലും. Your Majesty. കാൺപൂരിൽ താമസിക്കുവാനുള്ള ടോട്ടൽ ടാക്സ് is 41 rupees 12 anna and 3 paise. Your Majesty. ഞാൻ കേട്ടു. താങ്കൾ എത്ര മോശമായിട്ടാണ് പെരുമാറുന്നത് അത് ഞാൻ കണ്ടു. ബിട്ടൂറിലെ രാജാവ് മുതൽ കാൺപൂരിലെ അധികാരികൾ വരെ എന്റെ സദസ്സിൽ എന്റെ അനുവാദമില്ലാതെ ഇരിക്കാൻ പോലും ധൈര്യപ്പെടില്ല. I am sorry, Your Majesty. മൊറോപ്പന്ത്, ഇവരുടെ ടാക്സ് കൊടുത്തേക്കൂ. എന്നിട്ട് 10 രൂപ കൂടുതലായും കൊടുത്തയക്കൂ. ഇയാൾക്ക് വേണ്ടി. I am extremely sorry, Your Majesty. Huh? Where's my horse?